സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൽപ്പനയും ഉർവശിയും കൂടി എല്ലാവരും വിളിച്ചു കൂട്ടുവാണ് കേട്ടോ. അവർ വിളിച്ചതറിഞ്ഞ് വരുണും രാധികയും മുത്തശ്ശിയും പത്നിയും എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അന്നേരം വരുൺ കൽപ്പനയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് കാര്യം പറയാനാ എല്ലാവരും കൂടി വിളിച്ചു വരുത്തിയത്? അതൊക്കെ ഉണ്ടെന്നേ, എല്ലാവരെയും കൂടി ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിളിച്ചത്. അധികം വൈകാതെ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും, അതിലൊരു വീഡിയോ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. അന്നേരം മുത്ത് ചോദിക്കണേ, നിനക്ക് എന്താ കൽപ്പനയെ ഭ്രാന്തായോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ മനുഷ്യനെ വിളിച്ചു വരുത്തി മെനക്കെടുത്താനായിട്ട് എന്താണ് ആ വീഡിയോ? അന്നേരം കൽപ്പന പറയണേ, അതൊക്കെ ഉണ്ടെന്നേ, മുത്തശ്ശി ഒന്ന് വെയിറ്റ്, ഇപ്പം കാണാമല്ലോ. ദേ ഞങ്ങൾ പോകുവാണ്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. നിൻ്റെ ഈ മണ്ടത്തരം കൊണ്ട് നിൽക്കാനല്ല ഞങ്ങൾക്ക് സമയം. ഈ സമയം ഉർവശി പറയണേ, എൻ്റെ കൽപ്പന എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താന്ന് പറയുന്നേ? ഇവർ അതും കൂടി ഒന്ന് കേൾക്കട്ടെ. ഈ സമയം കൽപ്പന പറയണേ, എന്നാൽ ശരി ഞാൻ പറയാം. പ്രിയങ്കയെ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവിടെ അവൾക്ക് വലിയ പിടിപാടുള്ളത്. അവൾക്ക് മുത്തശ്ശിക്കൊക്കെ വലിയ വിലയാണ് അവിടെ. അവൾക്കെതിരെ എന്തോ ചെയ്യുകയും പറയുകയും ചെയ്തൊരുത്തിനെതിരെ പ്രിയങ്ക ഇന്നൊരു ഉഗ്രം പണി കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വിളിക്കാമെന്ന് പറഞ്ഞത്. എന്നെ മാത്രമല്ല എല്ലാവരെയും കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ സമയം രാധിക പറയണേ, കേട്ടില്ലേ മുത്തശ്ശി പറയുന്നത്? പ്രിയങ്കയോടും മുത്തശ്ശിയോടും ഒരു ബന്ധവും പാടില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോഴും അവരോട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുക. അവരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അത് ശരി, അപ്പം നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ വീട്ടിൽ തുടരണമെന്ന് തീരെ താല്പര്യമില്ലല്ലേ? ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടവരോട്ട് വീണ്ടും സൗഹൃദം പുലർത്തിക്കൊണ്ട് നടക്കുവാണല്ലേ രണ്ടും കൂടി? അയ്യോ അമ്മേ, അങ്ങനല്ല, അവൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പിന്നെ എന്താണെന്ന് അറിയാലോ എന്നിങ്ങനെ വിചാരിച്ചു, അത്രേ ഉള്ളൂ. അന്നേരം ഒരിക്കോട്ടോ കൽപ്പനയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. ദേ അവൾ വിളിക്കുന്നുണ്ട്, ഞാനേ ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാം, അപ്പം എല്ലാവർക്കും സൗകര്യമായിട്ടിരുന്ന് കാണാമല്ലോ. അന്നേരം പറയണേ, എന്താണെങ്കിലും എന്തോ വലിയ കാഴ്ച കാണാൻ വിളിച്ചതല്ലേ, കണ്ടേക്കാം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടി സോഫയിലിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഫോൺ ടി വിയിലേക്ക് കണക്ട് ചെയ്യുവാണ് കൽപ്പന. അങ്ങനെ അവിടെയുള്ളത് ലൈവായിട്ട് അവരെല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ സമയം അവിടെയുള്ള ആ എക്സൈസിലെ ആൾക്കാരും നാർക്കോട്ടിക്സ് ടീമൊക്കെ ഡയറക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കണേന്ന് മയക്കുമരുന്നിനെ പറ്റി. അന്നേരം സുകുമാരി ചാടിക്കേറിയിട്ട് പറയണേ, എൻ്റെ സാറേ ഇവിടെ മയക്കുമരുന്നിൻ്റെ കച്ചവടം ഉണ്ട്. ദേ ഈ നിൽക്കുന്ന ഈ മഞ്ഞ ഷർട്ട് ഇട്ടവനുണ്ടല്ലോ, ഇവനാണ് അത് കച്ചവടം നടത്തുന്നവൻ. ഞാൻ ഇവൻ്റെ കയ്യിലെ മയക്കുമരുന്നിൻ്റെ പൊതി കണ്ടതാ സാറേ, അത് ഇവൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അങ്ങനെ ആ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ആ പയ്യനെ ചെക്ക് ചെയ്യാനായിട്ട് പോകുവാണ് കേട്ടോ. ഈ സമയം ഡയറക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കില്ല അല്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ സാറേ ഞാൻ ഈ മയക്കുമരുന്നിനും അതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരാണ്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നമ്മുടെ സമൂഹം പ്രതികരിക്കണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ മാതൃകയാകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നല്ല ഡയലോഗ് വെച്ച് കാച്ചു കൊണ്ടോ പ്രിയങ്ക. ഈ സമയം ആ ഉദ്യോഗസ്ഥരും പോലീസുകാരും എല്ലാം ആ പയ്യനെ പരിശോധിക്കുവാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല കേട്ടോ, ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അന്നേരം സുകുമാരി പറയണേ, അങ്ങനെയാണെങ്കിലേ ഇവനത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, ഇവൻ്റെ ബാഗിലോ മറ്റോ നോക്കണം സാറേ, ഉറപ്പായും അതിൽ നിന്ന് കിട്ടും. അന്നേരം അവർ പറയണേണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും ബാഗുകൾ ഇപ്പം തന്നെ പരിശോധിക്കണം. അങ്ങനെ പറഞ്ഞ് ആ ഒരു ബാഗ് പരിശോധിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം സുകുമാരി പറയണേ, അതെ സാറേ പരിശോധിക്കണം, ആദ്യം തന്നെ ഞങ്ങളുടെ ബാഗ് പരിശോധിച്ചോ. മോളെ നീ നമ്മുടെ ബാഗ് എടുത്ത് കൊടുത്തേ. അങ്ങനെ പ്രിയങ്കയുടെ ബാഗ് എടുത്ത് കൊടുക്കുവാണ്. ഇതാ സാറേ തുറന്ന് പരിശോധിച്ചോ. ഞങ്ങൾ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാരും പേടിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ ആ ബാഗ് ഫുള്ളും പരിശോധിക്കുവാണ്. അന്നേരം പ്രിയങ്ക പറയണേ, ഇനി ഞങ്ങൾക്ക് ഒരു ബാഗും കൂടിയുണ്ട്, അതും കൂടി നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ് ആ ബാഗും കൂടി എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളെല്ലാം വഴിതെറ്റിക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാ. ലഹരി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എന്തോ ഒരു ആപത്താണ്. അതിൻ്റെ വിൽപ്പന അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല സാറേ. അങ്ങനെ ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ കിട്ടണം. അത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്നും മയക്കുമരുന്നിൻ്റെ പൊതി പോലീസുകാർ കണ്ടെത്തുന്നത്. അത് കാണുന്നതും അന്തം വിട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്ടോ പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ. ഈ സമയം ഇതുകൊണ്ട് കൽപ്പനയും ഉർവശിയൊക്കെ ഞെട്ടി നിൽക്കുവാണ്. ഈ കാഴ്ച കാണുന്നതും മരണിനും രാധയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ചിരി വരുവാണ് കേട്ടോ. അന്നേരം പോലീസുകാർ അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് മയക്കുമരുന്നാണെന്ന് ഉറപ്പിക്കുവാണ്. എന്നിട്ട് പറയണേ, അത് ശരി, അപ്പോൾ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മയക്കുമരുന്നിൻ്റെ വിൽപ്പന നടത്തുന്നത് മുത്തശ്ശിയും കൊച്ചുമോളും കൂടി ചേർന്നാണല്ലേ? അയ്യോ സാറേ സത്യമായിട്ടും ഞങ്ങളല്ല, ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതെങ്ങനെയാണ് ഞങ്ങളുടെ ബാഗിൽ വന്നതെന്ന് പോലും അറിയില്ല. ഇതേ സാറേ മിക്കവാറും ഉണ്ടല്ലോ ഇവൻ തന്നെയായിരിക്കും ഇത് ഞങ്ങളുടെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചത്. ഇവനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്താലേ ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റും. അന്നേരം പോലീസുകാർ സുകുമാരിയോടും പ്രിയങ്കയോടും ദേഷ്യപ്പെടണേ, മതി നിർത്ത്, ഞങ്ങളെ തെളിവ് സഹിതമാണ് നിങ്ങളുടെ ബാഗിൽ നിന്ന് ഇത് കണ്ടെത്തിയത്. ഇനി ഇതിൽ കൂടുതൽ മറ്റെന്ത് തെളിവാണ് വേണ്ടത്? രണ്ടുപേരുടെ അഭിനയമൊക്കെ കൊള്ളാം, എന്നാലേ അതിനി ഇവിടെ പോകില്ല. ഡയറക്ടർ സാറേ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം, രണ്ടുപേരെ ഞങ്ങളിപ്പോൾ തന്നെ കൈയോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ്. ഈ സമയം സുകുമാരി പറയണേ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അറസ്റ്റ് ചെയ്യാനോ?
ഇവന്മാർ തന്നെയാണ് ഞങ്ങളുടെ ബാഗിൽ കൊണ്ട് ഇത് വെച്ചത്. ഞങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇവന്മാർ ശരിക്കും ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവനെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്നത് പോലെ എല്ലാം പറയിപ്പിക്കാം. സാർമാർക്ക് പറ്റൂലെങ്കിൽ പറ. അവന്മാരെ കൊണ്ടേ ഞാൻ സത്യം പറയിപ്പിച്ചോളാം സാറേ. അന്നേരം CI പറയണേ, അതെ ആദ്യം നിങ്ങൾ വയടച്ച് നിൽക്ക്. ഞങ്ങളുടെ ജോലി ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. രണ്ടിനെയും ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് നിഷ്കളങ്കകൾ ചുമയുന്നു. എന്തായിരുന്നു വന്നപ്പോൾ തൊട്ട് രണ്ടിൻ്റെ അഭിനയം? അന്നേരം പ്രിയങ്ക പറയണേ, അതെ സാറേ എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉള്ളതാ. ഞങ്ങളെ കള്ളക്കേസി കുടിക്കാൻ അങ്ങനെ അകത്താക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ ഒരു ലൈവ് പോയാലുണ്ടല്ലോ നിർത്തടി. നിന്നെപ്പോലുള്ള ഓരോരുത്തികളാണ് ഈ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത്. ഇതുപോലുള്ള ഇല്ലീഗൽ ക്രൈമൊക്കെ നടത്തി ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത്. എന്നിട്ട് അവളിൽ നിന്ന് വലിയ വർത്തമാനം പറയുന്നു. രണ്ടിനെയും പിടിച്ചോണ്ട് പോ എന്നും പറഞ്ഞ് അവിടെയുള്ള പോലീസുകാരോട് പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പ്രിയങ്കയും മുത്തശ്ശിനെയും അവിടെ നിന്ന് ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോകുവാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ കൽപ്പന ഫോൺ കട്ട് ചെയ്യുവാണ്. അന്നേരം വരൻ പറയണേ, എന്താ ഏട്ടത്തി ഇത്? എന്തിനാ കട്ട് ചെയ്തത്? ബാക്കിയും കൂടി അങ്ങ് കാണായിരുന്നല്ലോ, നല്ല രസമായിരുന്നില്ലേ? അന്നേരം മുത്തശ്വരനെ, ഇവരെങ്ങനെ കണ്ടു നിൽക്കുവാടാ? എന്തോ വലിയ സംഭവം കാണിച്ച്, പ്രിയങ്കയുടെ എന്തോ വലിയ കാര്യം കാണിച്ച് നമ്മളെ ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചതല്ലേ? എന്നിട്ട് അവസാനം രണ്ടുപേരും നാണം കെട്ട് വിളറി വെളുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? ഇനിയും എങ്ങനെ അവർ ഈ കാഴ്ച കണ്ട് നിൽക്കും? അന്നേരം പറയണേ, ശരിയാ, കുറച്ച് ദിവസം മുമ്പേ ഈ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, എൻ്റെ മുത്തശ്ശീനെ. അതിന് കാരണക്കാരായ രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്താണെങ്കിലും ഏട്ടത്തിയോട് ചെറിയമ്മയോട് എനിക്കൊരു കാര്യത്തിൽ വലിയ നന്ദിയുണ്ട്. ഈ കാഴ്ച ലൈവായിട്ട് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാക്കി തന്നത് നിങ്ങളാണല്ലോ. ഈ കാഴ്ച കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായി തീർന്നേനെ. എന്താണെങ്കിലും മനസ്സ് നിറഞ്ഞു. പറഞ്ഞു കേൾക്കുന്നതിൽ സുഖം കാണുമ്പോഴുണ്ടല്ലോ. അന്നേരം മുത്തശ്വരനെ, അതെ ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. അവരുടെ കൂടെ കൂടി ഇതുപോലുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്ത് രാധികേനെ വരനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും ഗതി കണ്ടില്ലേ? അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഗതി. അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടിനെ ഒന്ന് പേടിപ്പിച്ചിട്ട് അവരെല്ലാവരും കൂടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന പറഞ്ഞേ, എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് പോയല്ലോ. വേണ്ടായിരുന്നു അല്ലേ കൽപ്പനെ? അതിന് എനിക്കറിയോ അവൾ ഇങ്ങനത്തെ ഒരു ചതിയെ ചെയ്തു വെച്ചതെന്ന്. എന്തൊക്കെയായിരുന്നു അവളുടെ മട്ടും ഭാവമൊക്കെ? പറയുന്നത് കേട്ടപ്പോൾ വലിയ എന്തോ സംഭവം ചെയ്തു വെച്ചെന്നാണ് ഞാൻ കരുതിയത്. ഈ സമയം ഉർവശി പറയണേ, 2 രൂപ പൈസക്ക് വല്ല ആവശ്യമാണല്ലോ, അപ്പോൾ ലഹരി മരുന്നിൻ്റെ കച്ചവടം ഒരു കൂടുതൽ എളുപ്പമൊന്നും തുടങ്ങി ചെയ്തതായിരിക്കും. അങ്ങനെ തുടങ്ങിയതായിരിക്കും രണ്ടും കൂടി ഈ ബിസിനസ്. അന്നേരം കൽപ്പന പറയുന്നുണ്ട്, അവർ അങ്ങനെയൊന്നും ചെയ്തതായിരിക്കില്ല. ചിലപ്പോൾ അവർ പറഞ്ഞതുപോലെ ചതി പറ്റിയതായിരിക്കും. എൻ്റെ കൽപ്പനെ, നീ അവരെ സപ്പോർട്ട് ചെയ്യുവാണോ? അവരിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടാവും. പിന്നാലെ ഇനി ചോദ്യവും പറച്ചിലുമായിട്ട് ഇങ്ങോട്ടെങ്ങാനും പോലീസ് വരുവാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വന്നെങ്കിലുണ്ടല്ലോ പ്രിയങ്കയ്ക്ക് അനുകൂലമായിട്ട് നീ ഒന്ന് സംസാരിച്ചേക്കില്ലേ? ഇല്ല ചെറിയമ്മേ, അവൾക്ക് വേണ്ടി ഞാൻ ഇനി ഒരിടത്ത് സംസാരിക്കാനില്ല. അവളിനി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുക്കില്ല. എനിക്ക് വയ്യ ഇനി ഓരോന്നിൻ്റെ പുറകെ തൂങ്ങാനായിട്ട്. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം പ്രിയങ്കേനെയും മുത്തശ്ശീനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുവാണ്. അന്നേരം പ്രിയങ്കയും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഇതെല്ലാം ചതിയാണ്. ആ മയക്കുമരുന്ന് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങളുടെ ബാഗിൽ അവൻ മനഃപൂർവ്വം കൊണ്ടുവന്ന് വെച്ചതാണ്. സാറ്, ഞങ്ങളുടെ കൂടെ ഒരു തരുണ്ടായിരുന്നു, ശരത്ത് എന്ന് പറഞ്ഞവൻ. അവനും കണ്ടതാ ഇവൻ്റെ കയ്യിൽ മയക്കുമരുന്നുള്ളത്. അന്നേരം പോലീസ് പറയണേണ്, അതെ നിങ്ങൾ ഈ പറഞ്ഞ ശരത്തിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അവനൊരു ഡ്രഗ് ഡീലർ തന്നെയാണ്. അവൻ ഈ സംഭവങ്ങളൊക്കെ നടന്ന സമയം ഇവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ട് കളഞ്ഞു. അവനെ ഞങ്ങൾ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതേക്കുറിച്ച് മുത്തിച്ചു വരണേ, എന്തീശ്വര, കൂടെ നിന്നവരും വന്നവരും എല്ലാം ചതിയന്മാരായിരുന്നു. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ കയ്യിലെത്തിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഡ്രഗ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരം നിങ്ങളെ വിളിച്ചറിയിച്ചത് തന്നെ ഞങ്ങളാണ്. അതെ സാറേ, എൻ്റെ പ്രിയങ്കമോൾ പറയുന്നത് സത്യമാണ്. ഞങ്ങളാണ് നിങ്ങളെ വിളിച്ചറിയിച്ചത്. അന്നേരം പോലീസ് വരണേ, അതെ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി കൂടുതൽ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഈ സിനിമയിലെ ഹീറോയിനായ മെറിനാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത്. അയ്യോ അല്ല സാറേ, അവളുടെ ഫോണിൽ നിന്ന് ഞങ്ങളാണ് അങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞത്. അതെ, അവളുടെ ഫോൺ എടുത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഞാനാ സാറേ. മതി, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. രണ്ടിൻ്റെ കള്ളക്കളി കൈയോടെ പിടികൂടിയിട്ടുണ്ട്. പിടിച്ചകത്ത് കയറ്റിടോ എന്ന് പറഞ്ഞ് പ്രിയങ്കേനെയും മുത്തശ്ശിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ജീപ്പിൽ കയറ്റി അവരവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയിലാണ് കേട്ടോ. അങ്ങനെ ദേവൻ്റെ ഫോണിലേക്ക് രാധിക വിളിക്കുവാണ്. ഈ സമയം യശോദയും അരികിലുണ്ടാകും. അങ്ങനെ ദേവൻ ഫോൺ സ്പീക്കറിലിടുക. പറമോളെ, എന്തൊക്കെയുണ്ട്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല അച്ഛാ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിവിടെയല്ല, പ്രിയങ്കയുടെ മുത്തശ്ശിയുടെയും കാര്യത്തില്ല. എന്ത് പ്രശ്നം? അത് പിന്നെ അവരെ ഇന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ലഹരി മരുന്ന് കൈവശം വെച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. സത്യമാണോ മോളെ ഈ പറയുന്നത്? അതെ, കുറച്ച് മുമ്പായിരുന്നു. ഞങ്ങളത് ലൈവായിട്ട് കണ്ടതാ. ഇതിൻ്റെ പിന്നിലെ രസം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ,
പ്രിയങ്ക തന്നെ ഏട്ടത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ച് അവിടെയുള്ള ദൃശ്യങ്ങളിൽ ലൈവായിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കണമെന്ന് പറയുമായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാർക്ക് വെച്ച കെണിയിൽ അവർ പെട്ടുപോയതാണെന്നാണ് തോന്നുന്നത്. വേറെ ആരോ കുരുക്കാൻ നോക്കിയതാണ്. അവസാനം ആ പണി അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. അല്ലച്ച, അച്ഛനും അതൊന്നും അന്വേഷിക്കുന്നില്ലേ? എന്തിന്? ഞാൻ എന്തിനന്വേഷിക്കണം? രണ്ടുപേരും കൂടി സ്വയം വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ കുറച്ച് നാളായിട്ട് അഹങ്കാരം ഇടുന്നല്ലോ. അഹങ്കാരം തലക്ക് പിടിച്ച് എന്തൊക്കെ ചെയ്തു കൂട്ടുമായിരുന്നല്ലോ. മനസ്സിൽ അല്പമെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു കണക്ക് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഈ വിവരം അറിയുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഓടിയാനേ. പക്ഷേ ഇനിയിപ്പോൾ അതിൽ ഒരാവശ്യമില്ല. അവർ ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളെല്ലാം നമ്മളോട് ചെയ്തതല്ലേ. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അവരത് അനുഭവിക്കട്ടെ. അല്ലാതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ശരിയച്ചാ, ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാനൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. അന്നേരം യശോദ പറയണേ, ദേവേട്ട എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്? എന്തൊക്കെയാ എന്നുള്ള ഭാവം വരുന്നല്ലോ രണ്ടിനും കൂടിയും. അല്ലെങ്കിൽ തന്നെ ദേവനാരായണത്തിനും എനിക്ക് പ്രശസ്തിക്കുമേൽ പ്രശസ്തി കൂടിക്കൂടി വരുവാണ്. ഇപ്പതാ വീട്ടിലെ അമ്മയും മകളും ഒക്കെ ലഹരി മരുന്ന് കേസിലെ പ്രതികൾ. ഇനി നാട്ടുകാർ മുഖത്ത് നോക്കി ഈ കാര്യം പറഞ്ഞല്ലോ ചോദ്യം ചെയ്യലും. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഈ പ്രായത്തിൽ വല്ല കാര്യമുണ്ടോ? ഭഗവാന് മുമ്പിൽ എനിക്കിനി ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവരനുഭവിക്കണം. എത്ര നാളാണെന്ന് വെച്ചാൽ ജയിലിൽ കിടക്കണ്ടേ? ബാക്കിയുള്ളവർക്കെങ്കിലും അത്ര സമാധാനം ഉണ്ടാകുമല്ലോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്ടോ ദേവൻ. പിന്നീട് കാണിക്കുന്നത് രാധിക ഓടി വന്ന് ജയഭാരതിയുടെ റൂമിലേക്ക് വരുവാ. അതെ മുത്തശ്ശി, ഇവിടെ ഇരിക്കുവാനോ? വന്നേ, ടി വി കാണുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി ശ്യാമ മാഡത്തിന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. ഓ, അതാണോ കാര്യം? അവരെ പോലുള്ള സെലിബ്രിറ്റീസ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നല്ലേ. അതിലിപ്പോൾ എന്താ മോളെ ഇത്ര പുതുമ? അങ്ങനെയാണോ ശ്യാമ മാഡത്തിൻ്റേത്? ശ്യാമ മാഡം ആദ്യമായിട്ട് കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആ. മാഡത്തിൻ്റെ ആത്മഹത്യ ആദ്യം പറയുന്നത്. അത് കാണണ്ടേ മുത്തശ്ശി? വേഗം വന്നേ. ഞാൻ വരണവിടെ. അറിയില്ല, ഞാൻ കരുതി വരൻ ഇവിടെ ഉണ്ടാകുമെന്ന്. മുത്തശ്ശി വേഗം ഹോളിലേക്ക് വാ, ഞാൻ പോയി വരനെ നോക്കിയിട്ട് വരാം. ഈ സമയം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കട്ടിലിങ്ങനെ ചുമ്മാ കിടക്കുന്ന വരനെയാണ് കേട്ടോ. വരണാണെങ്കിൽ രാധിക ഒന്ന് കളിപ്പിക്കാനായിട്ട് അവിടെ ഉറങ്ങുന്ന പോലെ ചുമ്മാ അഭിനയിക്കുവാണ്. ഈ സമയം രാധിക വന്ന വരനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് വിളിച്ചിട്ട് ദേഷ്യത്തിൽ മുഖം തിരിച്ച് നിൽക്കുക. അന്നേരം വരുൺ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെ എണീറ്റിട്ട് ചോദിക്കണേ, ഇതെന്താടോ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് താനിങ്ങനെ മുഖം തിരിച്ചിരിക്കുന്നത്? അന്നേരം രാധിക വരണേ, പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് രാവിലെ തന്നെ പറഞ്ഞതല്ലേ രാത്രി ശ്യാമ മാഡത്തിന് ഷോ ഉണ്ടെന്ന്, മാഡത്തിന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഓ, അതായിരുന്നോ? ഞാൻ മറന്നുപോയി. വരുൺ മറക്കും. എന്നാൽ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. വേഗം വന്നേ അങ്ങോട്ടേക്ക്. എടോ, ഞാൻ വരാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, ബോറാണെങ്കിൽ ഞാനിരുന്ന് ഉറക്കം തൂങ്ങുവേ. വരുൺ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാമ മാഡം തൻ്റെ ആത്മാർത്ഥ പറയുന്നതാണ്. അതിനെക്കുറിച്ചാണോ അങ്ങനെയൊക്കെ പറയുന്നത്? ഓ ശരി, താനിനി പിണങ്ങണ്ട. വാ, നമുക്ക് പോയേക്കാം. താൻ ചെല്ലങ്ങോട്ട്. അങ്ങനെ രാധിക അങ്ങോട്ടേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം വരുൺ പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാ. അന്നേരം വരുൺ പറയണേ, അതെ, ശ്യാമ മാഡത്തിൻ്റെ ആത്മകഥ കേൾക്കാനായിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയി നിൽക്കുന്നത് രാധികയായിരിക്കും. ശരിയാ രാധിക മോളെ ഇപ്പം എന്നെ വന്ന് റൂമിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ. മുത്തശ്ശി നോക്കിക്കോ, ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും അയാളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടാവും. അയാൾ തന്നെയാണ് ശ്യാമ മാഡത്തിൻ്റെ മകളെന്ന് അയാൾ തിരിച്ചറിയും. എന്നാണെങ്കിലും നമ്മൾ അയാളുടെ മുമ്പിൽ അധിക സന്തോഷം എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കണ്ട. അത് തന്നെയായിരിക്കും അയാളിൽ കൂടുതൽ ആകാംക്ഷ നടക്കാനായിട്ട് കുറച്ചും കൂടി നല്ലത്. നീ പറഞ്ഞത് ശരിയാ. എന്നാ വാ, നമുക്കങ്ങോട്ട് പോയേക്കാം. അങ്ങനെ പറഞ്ഞ് അവർ ഹോളിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി ടി വിൻ്റെ മുമ്പിൽ തന്നെ വന്ന് ഇരിക്കുന്നുണ്ടാവും. അത് കാണുന്നതിന് അധികം പറയണേ, അമ്മക്ക് മാത്രമേ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു സീരിയസ്നെസ് ഉള്ളൂ. അമ്മ കണ്ടില്ലേ, ആദ്യം തന്നെ വന്ന് ടി വിയുടെ മുമ്പിലിരുന്നു. അല്ലെങ്കിൽ മോളൊരു കാര്യം പറഞ്ഞതല്ലേ, അപ്പോൾ അമ്മ ചെയ്യാതിരിക്കുമോ? ഈ സമയം വരണം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയെ കണ്ടുപിടിക്ക്. വന്നിരിക്കുന്നത് കണ്ടോ? രണ്ടുപേരെ ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാ. ഇവിടെ വന്നിരുന്നിട്ടും മുത്തശ്ശിയുടെ മുഖത്ത് ഇപ്പോഴും ഉറക്കച്ചടവുണ്ട്, കണ്ടില്ലേ? അമ്മേ, സമയമായി, ചാനൽ മാറ്റ്. അങ്ങനെ പറഞ്ഞ രാധിക ഇൻ്റർവ്യൂ ഉള്ള ചാനൽ വെക്കുവാണ് കേട്ടോ. അങ്ങനെ ആകാംക്ഷയോടെ ശ്യാമയുടെ ഒരു ആത്മകഥ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന രാധികനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് ശ്യാമയുടെ ആത്മകഥയൊക്കെ കണ്ട് അതെല്ലാം കേട്ട് കണ്ണുകൾ നിറഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഷോ കഴിഞ്ഞതും രാധിക ഉടനെ തന്നെ ഫിദയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഈ സമയം ശ്യാമയും അമൃതയും കൂടി സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം രാധിക സങ്കടത്തോടെ ഫിദയോട് പറയണേണ്, ശ്യാമ മാഡത്തിന് ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്കൊരു സ്വസ്ഥതയില്ല മാഡം. ആ കുഞ്ഞെവിടെയാണെന്ന് എനിക്കറിയണം. അങ്ങനെ രാധികയുടെ ആ ഒരു സംസാരമെല്ലാം കേട്ടിട്ട് അമൃത ശ്യാമയോട് പറയുന്നുണ്ട്, ഇപ്പോൾ വിളിച്ചത് ആ കുഞ്ഞ് താനാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി തന്നെയാണ് ശ്യാമേ. ആ ശ്യാമയുടെ ആത്മകഥ എന്താണെങ്കിലും രാധികയുടെ മനസ്സിനെ വല്ലാതെ കയറി കൊളുത്തിയിട്ടുണ്ട്. ഇനി അമ്മയും മക്കളും ഒന്നിക്കുന്ന നിമിഷത്തിന് അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല.
എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ രാധിക ശ്യാമയെ അമ്മയായിട്ട് അംഗീകരിക്കും. ശ്യാമ നോക്കിക്കോ. അങ്ങനെ അമൃതയുടെ വാക്കുകളൊക്കെ കേട്ട സന്തോഷത്തോടുകൂടി ഇരിക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് രാധിക അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് വല്ലാതിരിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയും വരണം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്